പ്രിയമുള്ളവരെ, ഇപ്പോഴത്തെ മാതാപിതാക്കൾ വിവാഹമോചനത്തിലൂടെ തങ്ങളുടെ ജീവിതം നയിക്കുന്നു. എന്നാൽ അനാഥമാകുന്നത് കുരുന്നുബാല്യങ്ങളുടെ ജീവിതമാണ്. അത്തരത്തിലുള്ള ഒരു കഥയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു മോണാക്റ്റായി അവതരിപ്പിക്കുന്നത്. എടി സുശീലേ, എത്ര നേരമായടി നിന്നോട് ഞാൻ ഒരു ചായ പറഞ്ഞിട്ട്? നിനക്ക് ഒരു ചായ ഇടാൻ സമയമില്ല. കിടന്ന് തുറക്കാതെ മനുഷ്യ, നിങ്ങൾക്ക് ചായ ഇട്ടെന്നും പറഞ്ഞ് കൈ തെഞ്ഞത്തൊന്നും പോവില്ലല്ലോ. ഹോ, എനിക്ക് ചായ ഇടാൻ നിനക്ക് നേരമില്ലേ? അവളുടെ ഒരു ഒരുക്ക, കുറെ ദിവസമായി നിന്റെ ഒരു മാറ്റങ്ങളും ഒരുക്കങ്ങളും ഞാൻ ശ്രദ്ധിച്ചിട്ട്. അല്ല, നിങ്ങൾ പറഞ്ഞു എനിക്ക് എന്തോ മാറ്റങ്ങളുണ്ടെന്ന്. എനിക്ക് എന്ത് മാറ്റമാണ് ഉണ്ടായത്? അറിയത്തില്ലേ നിനക്ക് നിന്റെ മാറ്റങ്ങൾ? ഞാൻ പറയണോ അല്ലേ? ഓ, പറയണം. അമ്മേ, ഇത് കണ്ടോ? എന്റെ സ്കൂളിൽ നിന്ന് കിട്ടിയ ട്രോഫി. എനിക്ക് കലോത്സവത്തിന് കിട്ടിയ ട്രോഫി ആയത്. നോക്കമ്മേ, പോടി അവിടെ ഒരു ട്രോഫി. പോടി അവിടെ ഒരു ട്രോഫി, സ്കൂളിൽ നിന്ന് കിട്ടിയ ട്രോഫി. അച്ഛാ, ഇത് കണ്ടോ? എന്റെ സ്കൂളിൽ നിന്ന് കിട്ടിയ ട്രോഫി ആയത്. പോടി അവിടെ ഒരു ട്രോഫി. എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത് നിന്നെ. ആനക്കാര്യത്തിന്റെ ഇടയിൽ അവളുടെ ഒരു ചേനക്കാര്യം. ഞാൻ എത്ര സന്തോഷത്തോടെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവന്നു, എന്നിട്ട് നിങ്ങൾ ഒന്ന് നോക്കിയ പോലുമില്ല. ഇനി നമുക്ക് കോടതിയിൽ കാണാം. കോടതിയിൽ കാണാം. പക്ഷെ നിങ്ങൾ എന്റെ കുഞ്ഞിനെ തരുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഹോ, ആർക്ക് വേണം ഈ അസത്തിനെ? നീ തന്നെ കൊണ്ടുപോയിട്ടോ. അങ്ങനെ എന്റെ തലയിലാക്കിയോ നിങ്ങൾ? എന്നാ നിങ്ങളുടെ വ്യക്തിനെ നിങ്ങൾ എന്നെ എടുത്തോ. എന്റെ പാട്ടിൽ ഞാൻ പോട്ടെ. പോലെ അമ്മേ, പോലെ അമ്മേ, വാ അമ്മേ, വാ അമ്മേ. അച്ഛ വിളിക്കച്ച, അമ്മേ വിളിക്കച്ച, അച്ഛ ഒന്ന് വിളിക്കച്ച. പോടി, അവിടെ ഒരു അമ്മ. ഞാൻ അവളവിടെ പാട്ടിന് പോയി, അതേപോലെ ഞാൻ എന്റെ പാട്ടിന് പോകുന്നു. എന്താ ചെയ്യും ദൈവമേ? എന്നെ ആര് സ്കൂളിൽ പോവാനെടുക്കും? ഇനി എന്ത് ചെയ്യും? ഞാനൊരു അനാഥ കുഞ്ഞായി പോയല്ലോ. എനിക്ക് ആര് കാപ്പിയൊക്കെ തരും? എന്നെ ആരൊരുക്കി സ്കൂളിൽ വിടും? പ്രിയമുള്ളവരെ, കണ്ടില്ലേ ഒരു കുഞ്ഞ് അനാഥമാകുന്നത്? കുടുംബജീവിതം നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനായി എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം. നമസ്കാരം. വല്ലപ്പള്ളി ശ്രീധരം എഴുതി മാമ്പഴം എന്ന കവിതയെ ആസ്പദമാക്കിയ ഒരു ഏകാഭിനയമാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. കവി ഒരു കവിത എഴുതാനുള്ള തീരുമാനത്തിൽ. എവിടെ നിന്നാണ് ആ കരച്ചിൽ കേൾക്കുന്നത്? ഒരു അമ്മയുടെ കരച്ചിലാണല്ലോ. ഒരു മുത്തശ്ശി എഴുതുന്നുണ്ട്. മുത്തശ്ശിയോട് ചോദിക്കാം. മുത്തശ്ശി, എവിടെ നിന്നാ കരച്ചിൽ കേൾക്കുന്നത്? ആരാണത്? ഞാനാ, വല്ലപ്പള്ളി. ഓ, മോനായിരുന്നു. നമ്മുടെ ഉണ്ണിക്കുട്ടന്റെ വീട്ടിൽ നിന്ന് കേൾക്കുന്ന കരച്ചില. അവന്റെ അമ്മയുടെ കരച്ചിലാണ് ആ കേൾക്കുന്നത്. ആരാ ഉണ്ണിക്കുട്ടൻ? ഞങ്ങളുടെ എല്ലാമായിരുന്നു ഉണ്ണിക്കുട്ടൻ. ഹായ്, നമുക്ക് കളിക്കാം. കണ്ണിയും കറിയും വെച്ച് കളിക്കാം. കണ്ണിയും കറിയും വെച്ച് നമുക്കിനി പായസം ഉണ്ടാക്കാം.
അയ്യോ, ഉണ്ണിക്കുട്ടന് പായസം ഉണ്ടാക്കാൻ അറിയില്ലല്ലോ. നമുക്ക് അമ്മയോട് ചോദിക്കാം. അമ്മേ, അമ്മേ. അമ്മ വരില്ല, അമ്മക്ക് എപ്പോഴും അടുക്കളയിൽ പണിയാ. നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. ഹായ് മാമ്പൂവ്, ഉണ്ണിക്കുട്ടന് മാമ്പൂവ് വേണം. ഞാൻ ഇപ്പോൾ വരാമേ. ഹായ് മാമ്പൂവ്, നമുക്ക് അമ്മേനെ വിളിച്ച് കാണിക്കാം. അമ്മേ, അമ്മേ. എന്താ ഉണ്ണി? കാണിക്കൂല. കാണിക്കാനല്ലേ പറഞ്ഞത്? കാണിക്കൂല. കാണിച്ചേ. എന്റെ ഈശ്വര, മാവിന്റെ പൂവ്. മാവിന്റെ പൂവെടുത്ത പിന്നെ എങ്ങനെ മാങ്ങ ഉണ്ടാവാ? മാവിന്റെ പൂവിനാ മാങ്ങ ഉണ്ടാവാ? മാവിന്റെ പൂവിനല്ല പിന്നെ എങ്ങനെയാ മാങ്ങ ഉണ്ടാവാ? നിനക്ക് അറിയാലോ. വടി എടുക്കട്ടെ. ഇനി പറിക്കോ, 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 പറിക്കോ. ഉണ്ണിക്കുട്ടനെ അമ്മ അടിച്ചല്ലേ. ഇനി ഒരിക്കലും ഉണ്ണിക്കുട്ടൻ മാമ്പഴം തിന്നാൻ വരില്ല. ഉണ്ണിക്കുട്ടന് മാമ്പൂവും വേണ്ട, മാമ്പഴവും വേണ്ട. ഉണ്ണി, ഉണ്ണി. ഓ, അമ്മയോട് പിണങ്ങി എവിടെയോ ഒളിച്ചിരിക്കുകയാണല്ലേ. ശരി, മാമ്പഴം കിട്ടുമ്പോൾ നിന്റെ പിണക്കമെല്ലാം മാറും. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഉണ്ണിക്കുട്ടൻ പനി പിടിച്ച് കിടപ്പിലായി. എത്ര മരുന്ന് കഴിച്ചിട്ടും ഒട്ടും സുഖമുണ്ടായില്ല. അപ്പൊ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ണിക്ക് ഇഷ്ടപ്പെട്ട മാമ്പഴം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഉണ്ണി മാമ്പഴം തിന്നാൻ വരില്ല എന്ന് പറഞ്ഞത് വന്നില്ലല്ലോ. ഉണ്ണി ഇനി ഒരിക്കലും വരില്ലേ. ഉണ്ണി ഉണ്ണി എഴുതേക്കുണ്ണി, ഉണ്ണി എഴുതേക്കുണ്ണി, ഉണ്ണി. ഞങ്ങളെല്ലാം വിട്ട് ഉണ്ണി എങ്ങോ പോയി. എന്നാൽ ശരി, ഞാൻ പോയി വരാം. എന്തൊരു ഹൃദയസ്പർശിയായ സംഭവം. ഈ സംഭവം കേട്ടിട്ട് ഒരു കഥ എഴുതാനോ? മാമ്പഴം എന്ന് തന്നെയാവട്ടെ കഥയുടെ പേര്. അങ്കണത്തൈമാവിൽ നിന്നും ആദ്യത്തെ പഴം വീഴേ, അമ്മതൻ നീറ്റത്തിൽ നിന്നും ഉതിരുന്നു ചുടുകണ്ണീർ. അങ്ങനെ മാമ്പഴം എന്ന കഥ വിളിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരി മുട്ടത്ത് വർക്കിയുടെ ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്ന നോവലിന്റെ മോണോ ആവിഷ്കാരമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എന്തൊരു മഴയായത്! ഈ മഴയത്ത് സ്കൂളിൽ പോകാനും പറ്റില്ല. രാവിലെ വീട്ടിൽ നിന്ന് എന്തെല്ലാം ജോലികൾ ചെയ്തിട്ടാണെന്ന് ഒന്ന് വിറങ്ങുന്നേ. ഈ മഴ സ്കൂളിൽ പോയി എനിക്ക് ഉടുപ്പെല്ലാം കീറും. ലില്ലി ലില്ലി, ഈ മഴ ഇപ്പോഴൊന്നും തോരുന്നു തോന്നുന്നില്ല. നീ ആ ഗ്രേസിയുടെ കൂടെ കയറിപ്പോക്കോ. ഞാൻ ഒറ്റ ഓട്ടത്തിന് സ്കൂളിലെത്താം. ഗ്രേസി ഗ്രേസി, നീ കൂടെ കുടയൊക്കെയിട്ട് നല്ല മഴ. ഒന്ന് പോ പെണ്ണേ, കുട കയറാൻ വന്നിരിക്കുന്നു. നീ എൻ്റെ കുടയിലൊന്നും കയറായിട്ടില്ല. നനഞ്ഞ് എന്നെ സ്കൂളിൽ വന്നാൽ മതി. കുട്ടികളെ, നമുക്കിന്നൊരു പുതിയ പാഠം പഠിക്കാം. ടീച്ചർ, പുറത്ത് ലില്ലി നിൽക്കുന്നു. ഇതെന്തു കൊല കുട്ടി ഇത്? ഇങ്ങനെയാണോ സ്കൂളിൽ വരുന്നേ? ക്ലാസ്സിന് പുറത്ത് നിന്നാ മതി. എന്റെ അനിയത്തെ കരിപ്പിച്ച ഗ്രേസിനെ ഞാൻ വെറുതെ വിടില്ല. ഒരു ചില്ല് കൈപ്പിടിയുമുള്ള ഒരു കുടയുമായി ഞാൻ തിരികെ വരും. എനിക്ക് അനിയത്തി സന്തോഷമായിരിക്കണം. പേരമ്മയുടെ ക്രൂരതകൾ സഹിക്കാൻ വയ്യാതായപ്പോഴാണ് ഞാൻ ഡോക്ടറിന്റെ വീട്ടിലെത്തിയത്. വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ചേട്ടൻ ഞാൻ വീണ്ടും കണ്ടെത്തി. ചേട്ടൻ പഠിച്ച വലിയൊരു ഡോക്ടറെ. ഇന്ന് ഈ ആശുപത്രിയുടെ പ്രധാന ഡോക്ടർ എൻ്റെ ചേട്ടനാണ്. ഡോക്ടർ, അങ്ങനെ ശസ്ത്രക്രിയ കൊണ്ട് മാത്രമാണ് എൻ്റെ രോഗം ഭേദമായത്. എത്ര കാശ് തരാമെന്ന് പറഞ്ഞിട്ടും ഡോക്ടർ വാങ്ങുന്നില്ല. അങ്ങ് ആവശ്യപ്പെട്ടതുപോലെ ഒരു കൂടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങ് സ്വീകരിക്കണം. വളരെ സന്തോഷം. പക്ഷെ ഈ കൂടെ എനിക്ക് വേണ്ടിയല്ല. ലില്ലി ലില്ലി, ഒന്നിങ്ങ് വരൂ.
ഈ കുട ഇവൾക്കുള്ളതാണ്. ലില്ലിക്ക് ഇത് ആരാണെന്ന് മനസ്സിലായോ? ഇതാണ് ഗ്രേസി. പണ്ട് കുടയ്ക്കേറ്റത്തെ അതേ ഗ്രേസി. ലില്ലി എന്നോട് ക്ഷമിക്കണം. അന്നത്തെ പ്രായത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാണ്. ഇന്ന് എൻ്റെ തെറ്റ് മനസ്സിലായി. സാരമില്ല. പ്രിയപ്പെട്ടവരെ, അച്ഛനും അമ്മയും പിരിയുന്നതിലൂടെ അനാഥമാകുന്ന ഒരു കുരുന്നു ബാല്യത്തിന്റെ നൊമ്പരമാണ് ഞാൻ ഇന്ന് എൻ്റെ ഈ കൊച്ചു മോണോനാട്ടിലൂടെ അവതരിപ്പിക്കാൻ പോകുന്നത്. സുശീലേ, എടി സുശീലേ, നിന്റെ എവിടെ പോയി കിടക്കുക? ഒരു ഗ്ലാസ് ചായ ചോദിച്ചിട്ട് 1/2 മണിക്കൂറായല്ലോടി. എന്താ മനുഷ്യ നിങ്ങൾ അവിടെ കിടന്ന് തുറക്കുന്നത്? ഒരു ഗ്ലാസ് ചായ വേണമെങ്കിൽ തനി അങ്ങ് എടുത്ത് കുടിക്കാം. നിങ്ങൾ അവിടെ അത്യാവശ്യപ്പെട്ട് എന്തെടുക്കുക? ഓഹോ, അപ്പൊ ഇതായിരുന്നല്ലേ കാര്യം. എന്താടി ഈടായിട്ട് ഒരുക്കമൊക്കെ? കുറച്ചു നാളായി ഞാൻ ശ്രദ്ധിക്കുക. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അമ്മേ, ഇത് കണ്ടോ? എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ ട്രോഫി. നോക്കമ്മേ. മാറി നിൽക്കടി അങ്ങോട്ട്. അവിടെ ഒരു ട്രോഫി. അയ്യോ, എന്റെ ട്രോഫി. എന്റെ സ്കൂളിൽ ഞാൻ അമ്മയെ കാണിക്കാൻ എത്ര ഓടി വന്നതാ. അമ്മ ഒന്ന് നോക്കി പോലും ഇല്ല. അച്ഛാ, ഇത് കണ്ടോ? എനിക്ക് കിട്ടിയ ട്രോഫി. നോക്കച്ച. മാറി നിൽക്കടി അങ്ങോട്ട്. അവിടെ ഒരു ആന കാര്യത്തിന്റെ ഇടയില അവിടെ ഒരു ചേന കാര്യം. അതെ, അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ. നിങ്ങൾ മുമ്പ് എന്തോ മനസ്സിലായെന്നാ പറഞ്ഞു. മനസ്സിലായി, അങ്ങ് കേമമായി പോയി. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും. താനാരാ ചോദിക്കാൻ? കല്യാണം കഴിച്ചെന്ന് എഴുതിയേ തന്റെ അടിമയൊന്നും അല്ല ഞാൻ. ധിക്കാരി, നിന്റെ ഇന്നത്തോടെയുള്ള അഹങ്കാരം ഞാൻ ഇന്നത്തോടെ തീർത്തു തരാം. നിങ്ങൾ എന്നെ തല്ലിയല്ലേ? കാണിച്ചു തരാം. നിങ്ങളുടെ കൂടെയുള്ള പൊരുതി ഞാൻ ഇന്ന് അവസാനിപ്പിക്കും. അതെ, അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ. ഞാനും ഇത് കുറച്ചു നാളായി ആലോചിക്കുക. ഇന്ന് തന്നെ നമുക്ക് വക്കീലിനെ കണ്ട് ഡൈവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് വയ്ക്കാം. പക്ഷേ ഒരു കാര്യം, മോളുകുട്ടിയെ ഞാൻ എടുക്കും. താൻ മോളുകുട്ടി അങ്ങ് എടുക്കാന്ന് വിചാരിക്കണ്ട. ചത്താലും ഞാൻ വിട്ടു തരില്ല. നീ തന്നെ എടുത്തോ. ഈ അസത്തിന് ആർക്ക് വേണം? ഓഹോ, അപ്പൊ ഇതായിരുന്നല്ലേ നിങ്ങളുടെ മനസ്സിലിരിപ്പ്. നിങ്ങൾ തന്നെ നിങ്ങളെ പുനാര മോളാണ് എടുത്തോ. അയ്യോ, എന്റെ അച്ഛനും അമ്മയ്ക്കും ഇത് എന്ത് പറ്റി? ഡിവോഴ്സ് എന്ന് പറഞ്ഞ എന്നാ? എന്റെ അച്ഛനും അമ്മയും ഒരുങ്ങി പോകുന്നു.